ബിഗ് ബോസ് ലൈവിൽ അപ്പൊ ജിൻഡോയും ജാസ്മിനും തമ്മിൽ വൻ അടിപിടിയാണ് നടക്കുന്നത്. ജാസ്മിൻ നന്ദനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഗബ്രി മറ്റുള്ളവരുടെ കാര്യങ്ങളൊന്നും ആരോടും പോയി കുറ്റമൊന്നും പറയാറില്ല, നേരെ തന്നെയാണ് പറയാറുള്ളൂ, നുണയൊന്നും പറയാറില്ല എന്നുള്ളതൊക്കെ. അപ്പൊ നന്ദന അറിയാം, നന്ദനയ്ക്ക് അറിയാം എന്നൊക്കെ പറയും. ഒരാഴ്ചയായിട്ടാണ് ഞാൻ കണക്ട് ആയി എന്നൊക്കെ പറയും. അപ്പൊ അത് കേട്ടുകൊണ്ടാണ് നമ്മുടെ ജിൻഡോ ഇരിക്കുന്നത്. അപ്പൊ ജിൻഡോ പറയാണ്, നീയും ഗബ്രിയും കൂടെ ഒന്നിച്ചിരുന്ന് എന്തോരം കുറ്റം പറയണം ഞാൻ കേട്ടിരിക്കുന്നു, നിങ്ങൾ എന്നെ പറ്റി എന്തോരം കുറ്റമാണ് പറഞ്ഞത്, അത് പ്രേക്ഷകരിലേക്ക് ഇട്ടുകൊടുക്കുകയല്ലേ ചെയ്തത് എന്നൊക്കെ പറഞ്ഞാണ് ജിൻഡോ അവിടെ തുടങ്ങുന്നത്. അപ്പൊ എന്ത് കേട്ടു എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ നുണയനാണ്, മണ്ടനാണെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഇവിടെ കിടന്ന് എന്തോരം പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറയും. അപ്പൊ ജാസ്മിൻ ചോദിക്കുന്നത്, നിങ്ങളോട് ഓൾറെഡി നേരിട്ടും അത് പറഞ്ഞിട്ടുള്ളതല്ലേ, അത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളൂ എന്നൊക്കെ പറയും. അല്ല, നീ അല്ലാണ്ടും കുറ്റം പറയാറുണ്ടെന്നൊക്കെ പറയും. ഇങ്ങനെയൊക്കെ ജനങ്ങൾക്ക് ഇല്ലാത്തതൊക്കെ ഇട്ട് കൊടുത്തിട്ട് തന്നെയാണ് ഗബ്രി ഔട്ടായി എന്നൊക്കെ പറയും. അത് കേട്ട് ജാസ്മിനോട്, നീ കാരണം തന്നെയാണ് ഗബ്രി ഔട്ടായത്, ഗബ്രി നല്ലൊരു ഗെയിമർ ആയിരുന്നു, ഗബ്രി ഇവിടെ ഉണ്ടാവണമായിരുന്നു, നീയായിരുന്നു ഇവിടെ നിന്ന് ഔട്ട് ആവേണ്ടത്, എല്ലാവർക്കും അത് തന്നെയായിരുന്നു ആഗ്രഹം എന്നൊക്കെ പറയും. ഗബ്രി ഔട്ടായാൻ തന്നെ ഇത്രമാത്രം സങ്കടം ഉണ്ടോ എന്നൊക്കെ ജിൻഡോയോട് ചോദിക്കും. അപ്പൊ പറയും, ചിലപ്പോൾ നിന്റെ സന്തോഷം ശരിക്കും കാണുന്നുണ്ടായിരുന്നു, ആണോ, അത് എന്റെ മിടുക്കെന്നൊക്കെ പറയും. അതെ, നിന്റെ മിടുക്ക് തന്നെയാണ്, നല്ല സെൻസ് ഉള്ളവനായിരുന്നു ഗബ്രി, പക്ഷെ നിന്റെ കൂടെ കൂടി നീ അതിനെ മണ്ടനാക്കി, അങ്ങനെ തന്നെയാണ് പുള്ളി പുറത്തു പോയത്. ജാസ്മിന് ഒട്ടും തന്നെ വിട്ടുകൊടുക്കുന്നില്ല, തിരിച്ച് നന്നായിട്ട് തന്നെ പറയുന്നുണ്ട് ജിൻഡോയോടും. അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട്, അപ്പൊ ജാൻമോണി രതീഷൊക്കെ നിങ്ങളുടെ കൂടെ കൂടിയോണ്ട് തന്നെയല്ല ഔട്ടായി, എന്തിനാണ് അവർ ആ സ്മോക്കി റൂമിൽ ഇരുത്തി ജാൻമോണിനെയൊക്കെ കുറെ പറഞ്ഞു കൊടുത്തിട്ട് ഔട്ടാക്കിയെന്നൊക്കെ ചോദിക്കും. അങ്ങനെ രണ്ടുപേരും തമ്മിൽ അവിടെ വലിയ വഴക്കുകൾ തന്നെയാണ് നടക്കുന്നത്. ജിൻഡോ കള്ളനും മണ്ടനുമാണ്, ഒരു പുണ്ണാക്കും അറിയില്ലെന്നായിട്ട് ജാസ്മിൻ പറയുന്നുണ്ട്. അപ്പൊ തിരിച്ച് ജിൻഡോയും പറയുന്നുണ്ട്, നിനക്കൊരു പുണ്ണാക്കും അറിയില്ല, നീ ഇവിടെ കിടന്ന് കാണിക്കുന്ന ഇമോഷണൽ ഡ്രാമയും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, ഇതൊക്കെ കുറെ കണ്ടിട്ട് തന്നെയാണ് ഞാൻ വന്നേക്കുന്നത്, നീ പോടി എന്നൊക്കെ പറയുന്നുണ്ട്. നീ പോടാ ജിൻഡോ എന്നും പറഞ്ഞുകൊണ്ടാണ് ജാസ്മിൻ പറയുന്നത്. അങ്ങനെ അവിടെ വലിയൊരു വഴക്ക് കടന്നിട്ട് പിന്നെ ജിൻഡോ എണീറ്റ് പോവുകയാണ്. ഒന്നും പറയണ്ട, രണ്ടുപേരും കട്ടയ്ക്ക് തന്നെയാണ് നിൽക്കുന്നത്. പ്രേക്ഷകരപ്പൊ പറഞ്ഞ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് ജിൻഡോ അപ്പൊ ജാസ്മിനോട് പറയുന്നുണ്ടായിരുന്നു. അത് മാത്രമല്ല ജാസ്മിൻ തന്നെയാണ് പുറത്തു പോകണമെന്ന് കുറെ പ്രാവശ്യം ജാസ്മിനോട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ജാസ്മിൻ ചോദിക്കുന്നുണ്ടായിരുന്നു, എന്നെ ട്രിഗർ ചെയ്യാനാണോ നിങ്ങൾ നോക്കുന്നതെന്നൊക്കെ. ജാസ്മിനും അപ്പൊ അറിയാം. അത് കഴിഞ്ഞിട്ട് ജാസ്മിൻ പിന്നെ ശ്രീരോഗയോടും നന്ദനോടൊക്കെ ഇരിക്കുമ്പോൾ പറയുന്നുണ്ട്, ഇങ്ങനത്തെ കുറച്ച് നടക്കണം, എന്നാലാണ് ഞാനൊന്ന് ഓൺ ആവുള്ളൂ എന്ന്. അപ്പൊ ജാസ്മിൻ പവർഫുൾ ആയിട്ട് തന്നെ കളിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കൂടുതൽ ബിഗ് ബോസ് വീഡിയോകൾക്കും ബിഗ് ബോസിന്റെ ലേറ്റസ്റ്റ് ലൈവ് അപ്ഡേറ്റ്സിനുമായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട്